പറ്റിയാലും കാക്കയിൽ വരവ് തിരിയും. കിഴിവ് തോട്ടിലെ വെള്ളം പറ്റിയാലും കാക്കയിൽ വരവ് തിരിയും. സർവപുരത്തി ഏയാവെ പോറ്റിയ എത്തിയതിനെയും പോറ്റിക്കൊള്ളും. സർവപുരത്തി ഏയാവെ പോറ്റിയ എത്തിയതിനെയും പോറ്റിക്കൊള്ളും. പകരുകയില്ല ഞാൻ, പകരുകയില്ല ഞാൻ, ഇതിലുള്ള മനവലി വന്നിരിയും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, മനവലി വന്നിരിയും. എത്തിയെത്താതിരും എത്തിയെ തോറ്റിരും എന്നാലും നടത്തിരും അത്യപ്പരേ. എത്തിയെത്താതിരും എന്നാലും തോറ്റിരും എന്നാലും നടത്തിരും അത്യപ്പരേ. വന്നോളി വന്നവർ പോയാലും എത്താതലേശു കൈവിടില്ല. വന്നോട് വന്നവർ പോയാലും എത്താതലേശു കൈവിടില്ല. എന്റെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേറയെ മാനത്വത്തിൽ. എന്നെ ഉയർപ്പിക്കും ശരീരത്തോടെ കൈക്കൊള്ളുമേറയെ മാനത്വത്തിൽ. പകരുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, വന്നിരിക്കും. എന്നാലും കാത്തിലും എന്നെ തോറ്റിലും എന്നാലും നടത്തിലും അന്തവരെ. എന്നാലും നടത്തിയിടും അന്ത്യവരെ. തോറ്റിടും എന്നാലും നടത്തിയിടും അന്ത്യവരെ. ഉയർന്നു നിന്നാലും അതിന്റെ സാരമില്ല. മതിലുകൾ ഉയർന്നു നിന്നാൽ അതിന്റെ ദീപമോ സാരമില്ല. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നും ചെങ്കടലിലെന്നാകുന്നു. കാണാത്ത കാര്യങ്ങൾ കണ്ടുമിരുന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കണ്ടുമിരുന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന സർവശക്തന്റെ കൂടെയുണ്ട്. സർവശക്തന്റെ കാണുന്നു ഞാൻ വിശ്വാസത്താൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ നാളായാലും രാജ്യം ഭാവിച്ചാലും കല്ലറ മുൻപിൽ കപ്പൻ വരും. നാളായാലും രാജ്യം ഭാവിച്ചാലും കല്ലറ മുൻപിൽ കപ്പൻ വരും. വിശ്വസിച്ചാൽ നീ കാണും സദാന്റെ പ്രവൃത്തികൾ പകർന്നിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്റെ ചെങ്കടലിലെന്നാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്റെ ചെങ്കടലിലെന്നാകുന്നു. കാണാത്ത കാര്യങ്ങൾ കണ്ടുമില്ലെന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കണ്ടുമില്ലെന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി
കാണുന്നു ഞാൻ വിശ്വാസത്താൽ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൽ വലിപ്പമോ സ്ഥലമില്ല. മതിലുകൾ ഉയർന്നു നിന്നാലും അതിൽ വലിപ്പമോ സ്ഥലമില്ല. ഒന്നിച്ചു നാം മാറിടുമ്പോൾ മൺമാതിൽ വീഴുന്നു കാറ്റുവട്ടിൽ. ഒന്നിച്ചു നാം മാറിടുമ്പോൾ മൺമാതിൽ വീഴുന്നു കാറ്റുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെന്നാടുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ ചെന്നാടുന്നു. കണക്ക കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കണക്ക കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നവോ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാലുനാളായാലും മാറ്റം ഭാവിച്ചാലും കലരമുമ്പിൽ കർത്തൻ വരും. കാലുനാളായാലും മാറ്റം ഭാവിച്ചാലും കലരമുമ്പിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സകല പ്രവൃത്തികൾ കഴിഞ്ഞിടും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സകല പ്രവൃത്തികൾ കഴിഞ്ഞിടും. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകരുവാൻ സാധ്യമല്ല. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകരുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു സർവശക്തനാണെന്റെ കൂടെയുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നിൽ ചെന്നാടുന്നു. കാണുന്നു ഞാൻ Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you. ഈ പരിശുദ്ധാത്മാവുണ്ടല്ലോ നമ്മുടെ അകത്തോട്ട് വന്ന ഈ കൊടിയ കാറ്റ് വന്നാൽ നമ്മെ അത് നിൽക്കാൻ വിടുകയില്ല. ഈ കൊടിയ കാറ്റിന്റെ പ്രത്യേകത ചലിപ്പിക്കും നമ്മെ. കാറ്റടിക്കുമ്പോൾ മരം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് പോലെ. അപ്പൊ ഈ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഭൂമിയിലാക്കി തീർത്തത് ഈ കൊടിയ കാറ്റ് വെച്ച് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. പരിശുദ്ധാത്മാവ് എവന്റെ മേൽ വരുമ്പോ അവൻ ചലിക്കും. അതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ഒന്നിന്റെ പ്രത്യേകതയെ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി നിന്റെ കയ്യിൽ തരും. ഇത് ഉറപ്പാണ്.
ഇവിടെ സ്തേഫാനോസിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത് അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി അവൻ കാണുന്ന അനുഭവം. ഇവിടെ കല്ല് ദേഹത്ത് വന്ന് ഇടിക്കുക, എല്ലാവരും കല്ലെറിയുന്നു. ദേഹത്ത് കൊള്ളുമ്പോഴും അസ്ഥികൾ ഉടയുമ്പോൾ രക്തം ചീറ്റുന്ന സമയത്തിലും അവൻ കാണുന്നത് പിതാവിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നവരാണ്. അവനത് വിളിച്ചു പറയുക, ഇതാ ഞാൻ കാണുന്നു പിതാവിന്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നത്. അവർ ചെവി അടച്ചുകൊണ്ട് അവനെ കല്ലെറിയുന്നത്. ഇന്ന് പകൽ നിന്നെ ചെവി അടച്ചുകൊണ്ട് പല കല്ലെറിയുന്ന സമയത്തിൽ നീ കാണുന്നത് പിതാവിന്റെ വലത് ഭാഗത്ത് യേശുവിനെ. അവന്റെ പ്രസൻസിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. പ്രസൻസിലേക്ക് മടങ്ങി വരുന്നു. നിങ്ങൾ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നെ മൂടും. അവന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ശക്തി നിന്റെ സ്ഥിതി മാറ്റുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് വന്ന ഞാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ. കൈകളെ ഉയർത്തിക്കൊണ്ട് ഈ 4 പേര് മാത്രം ഞാൻ പാടാൻ പോകുന്നു. ഇതിന് ലഭിക്കുന്ന ശക്തിയെ നീ ഊറ്റിയെടുത്തേക്കണം. ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ. Thank you, Jesus. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ. പിന്മഴയെ വീണ്ടും അയക്കണമേ നിഞ്ജനമുണർന്നിടുവാൻ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൽ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെന്നും സേവ ചെയ്യുവാൻ അഭിഷേകം ചെയ്തിടണേ.
ദീവര വൈഡ ദീവരവ അത്തല വൈഡ വൈഡല വൈഡ ദീവര വൈഡ ദീവരവ ദാദര ദീദര വൈഡല വൈഡല ഗൗഡല ഗൗഡ ദീവരവ വൈഡല വൈഡ ദീവര വൈഡ വൈഡല വൈഡ ദീവരവ ഗൗഡാവന ദീരാവന വൈഡല വൈഡ ദീവരവ ഗൗഡല വൈഡല ഗൗഡല ഗൗഡ ദീവര വൈഡ വൈഡലവ അത്തല വൈഡല 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 ദീവര വൈഡ ദീവരവ വൈഡല വൈഡ ദീവര വൈഡ വൈഡല വൈഡ ദീവരവ അഗ്നിയേ അഗ്നിയേ ഇറങ്ങിവാ അഗ്നിയേ യേശുവേ യേശുവേ ഇറങ്ങിവാ യേശുവേ ഗൗഡാവന ദീരാവന വൈഡല വൈഡ ഗൗഡല ഗൗ ദീവര ദാദര വൈഡല വൈഡല ഗൗഡല ഗൗഡല ദീവര വൈഡല വൈഡ മാൽ നത്തം ബാലം ഗഗനം ബാലം വൈഡല വൈഡം ദീവര വൈ ഗൗഡല ഗൗഡം ഹന്തൽ കനകം വൈഡം മാനം ദൂരം മാൽ നത്തല വൈഡേ ദുരവര വൈഡേ ഗൗഡല ഗൗഡേ ദീവര വൈഡേ വൈഡല വൈ വൈഡല വൈഡല ഗൗഡല ഗൗഡല ദീവര ദാദര വൈഡല വൈഡല ദുരവര വൈഡല വൈഡം മാൽ നത്തം ദീരം മാനം കനകം ദീരം വൈഡം നത്തം വൈഡല വൈ ദുരവര വൈഡല 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 അഗ്നി 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 നദിയേ അഗ്നി നദി അഗ്നി നദിയേ ജീവ നദിയേ അഗ്നി നദിയേ ജീവ നദി അഗ്നി നദിയേ ജീവ നദിയേ അഗ്നി നദിയേ ജീവ നദിയേ അഗ്നി നദി എന്റെ മേൽ ഒഴുകിവാ 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 എന്റെ മേൽ ഒഴുകിവാ ദാദര ദീവര വൈഡല വൈഡല ഗൗഡല ഗൗഡല ദീവര വൈ വൈഡല വൈഡല വൈഡം വാനം വൈഡ വൈഡ വാന ദീര 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 വഡ 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 അഗ്നി 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 എന്റെ മേൽ അഗ്നി 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 യേശുവേ Sarami Uspane Rabo De Asmi Dura Kaba Sara Dhara Libi Asa Rekme Uspane Halaraba Rika Tuna Vene Asmi Laraba River Commando Ye Laranaba Sika Thara Libi Uspane Nivam Daram Vaidam Astaribi Vaitaravasi Avada Tee Kanal Shakti Avada Tee Kanal Shakti ഒന്ന് വിളിച്ചാൽ അവൻ ഓടി എന്റെ അരികിലെത്തും. നിറഞ്ഞു കവിയുന്ന അവന്റെ വെളിപ്പാടിന്റെ ശക്തി തടഞ്ഞു വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ മനസ്സ് തകർക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്നൊരു പുതിയ ഓപ്പൺ Durakabala Rivasara 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 Hallelujah Hallelujah എന്തെങ്കിലും പ്രാപിക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ ഓടി ഫ്രണ്ടി വരാം അല്പസമയത്തേക്ക്.
യേശു മെസ്സിഹ എന്നോട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം മരിക്കണമെന്ന് തോന്നിയ ഒരാളെ കഥ വ്യക്തമായി കാണിക്കുന്നു. കഥ പറയുന്ന മരണം കൊണ്ട് നിനക്ക് ശാശ്വതമാകുകയില്ല. മരണം എന്ന് പറയുന്ന ഒരു മറയാണ്. ചിലപ്പോ ജഡത്തെ ഭൂമിയിൽ നിന്ന് നിന്റെ ജഡത്തെ നീ ചിലപ്പോ ഈ മനുഷ്യന്റെ കണ്ണിന് മറയ്ക്കാൻ പറ്റുമായിരിക്കും, മണ്ണിന്റെ അകത്തോട്ടാക്കാൻ പറ്റുമായിരിക്കും. നിന്റെ ആത്മാവ് കൂടെ എവിടെ ഒതുക്കുന്നു? ആത്മാവിന്റെ ശക്തി, നമുക്ക് ശക്തി ലഭിക്കുന്ന ജഡത്തിനല്ല, നമ്മുടെ അകത്ത് പതിഞ്ഞിരിക്കുന്ന ആത്മാവ്. എപ്പോഴും ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത്, വചനം അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. എവിടെ? നിന്റെ ആലയത്തിൽ. ടീച്ചറെ, ശക്തി നിനക്ക് ഉണ്ട്, ഇല്ല ഞാൻ പറയാൻ വരുന്നില്ല. പക്ഷേ നിന്റെ തീരുമാനത്തിൽ ചില മാറ്റങ്ങൾ നീ വരുത്തണം. നിങ്ങൾക്കറിയാം, ഓടയിൽ വെള്ളം ഒഴുകുന്ന സമയത്ത് എന്തെങ്കിലും വന്ന് അടഞ്ഞിരുന്നാൽ അത് അവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാവും. നമ്മുടെ ഹാർട്ടിൽ ഒരു ബ്ലോക്ക് വന്നാൽ ഒരു വല്ലാത്ത അന്തരീക്ഷം, അത് ഞരമ്പുകളെ ഉടച്ചികളെ. ഇന്ന് ആ ബ്ലോക്കുകളെ കർത്താവ് നിന്റെ വഴിയിൽ നിന്ന് എടുത്തു മാറ്റി. എനിക്ക് ഒരു വെളിപ്പാട് പറയാനുള്ളത്, നിന്റെ കടഭാര ചീട്ട കീറാൻ യേശു എത്ര മണിക്കൂർ വേണം? നിങ്ങൾ ആരോ എനിക്ക് ഇരിക്കുന്നുണ്ടല്ലോ, എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ദൈവം അങ്ങനെയാണ്. 5 അപ്പവും 2 മീനെ വാങ്ങിച്ച് അവൻ ഇങ്ങനെ ഉയർത്തുക. ഞാൻ പറയട്ടെ, നീ ഇങ്ങനെ ഉയർത്തി അപ്പം വരുമോ? മീൻ വരുമോ? പക്ഷേ അവൻ ഉയർത്തിയപ്പോൾ മീനും വന്നില്ല, അപ്പം വന്നൊന്നുമില്ല. ശിഷ്യന്മാർ എത്തി നോക്കിയപ്പോ 5 അപ്പവേ അവരുടെ കയ്യിലുള്ളൂ, 2 മീനെ കയ്യിലുള്ളൂ. അപ്പൊ ഈ സംസാരം കൊണ്ടൊന്നും ഓക്കെ ആകുന്നില്ല, പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് അത് ആക്റ്റീവ് ആകുന്നത്. ഒരു അപ്പം എടുത്തങ്ങനെ മീനിക്ക് കൊടുക്കുന്നു. പിടിക്കുന്നേ, കൊടുത്തത് കൊടുത്തതാ. അപ്പ കൊടുത്തത് കൊടുത്തതാ, കൊടുത്തതാ കൊടുത്തതാ. നിന്നെ തന്നത് തന്നതാ നിനക്ക്. ഡാഡി കൊടുത്തതാ. അതാ ഞാൻ കൊടുക്കുന്ന അപ്പം കഴിക്കുന്നതിന് പിന്നെ വിശപ്പൊന്നും സാധിക്കില്ല. അതാ യേശു പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവര് പിന്നെ ദാഹിക്കത്തേ ഇല്ല. തന്നത് തന്നതാ. തന്നത് തന്നതാണ്. നിനക്ക് വാങ്ങാൻ യേശു പറഞ്ഞ വാക്ക, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഞാൻ തന്നതല്ലേ. നീ കുടിക്കുന്നുണ്ടോ? എനിക്ക് അറിയത്തില്ല. കുടിക്കുകയാണെങ്കിൽ നിനക്ക് നിൽക്കാൻ പറ്റുകയില്ല. അതാ സംഭവം. ഞാൻ പറഞ്ഞു, ജീവനുള്ള പ്രാണികൾ ചലിച്ചുകൊണ്ടേയിരിക്കും. പോരാ ശക്തി പറഞ്ഞ നാളെ പോരാ. അവന്റെ ശക്തി അത്രയ്ക്ക് വലുതാണ്. ഒരു വെളിപ്പാട് പറഞ്ഞോട്ടെ. സിംസോൻ ഒരു യാത്ര പുറപ്പെട്ടു പോകുന്നു.
പണ്ടൊക്കെ റോഡൊന്നുമില്ല, വഴിയാകെ കൊച്ചു വഴികളുള്ള ഈ ചെറിയ വഴികൾ യാത്ര ചെയ്ത് പോകുന്ന സമയത്തിൽ രണ്ടുപേർക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഒരു സിംഹം എതിരേറ്റ് വരിക. ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ മാറി കൊടുക്കാം, എവിടെയെങ്കിലും ചരിഞ്ഞിങ്ങനെ കൊടുക്കുമ്പോൾ അവൻ അതിലൂടെ വെക്കോളും. ഈ സിംഹത്തിനെ കൂടെ ചരിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ചില സിംഹങ്ങൾ വരുമാറ്റി അവിടെ ചരിഞ്ഞു കൊടുക്കാനോ മാറി കൊടുക്കാനല്ല അവസരം. ചിലരെ കീറാൻ പറ്റില്ല, ചിലരെ കീറാൻ ശക്തി എന്ന് പറയാം, ശക്തി. അതുകൊണ്ട് ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, സിംഹങ്ങൾ നടുവിൽ കൊല്ലപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും തീച്ചുള നിന്നെ മൂടി എന്നാലും തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. അത് നിങ്ങളോട് കുറെ നേരം കൂടെ കഥ പറയേ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേലിന്റെ കൂടെയുണ്ട്. നിനക്ക് മരിക്കണല്ലേ? നിനക്കിനി മരിക്കണം. നിന്റെ ഭർത്താവ് കണ്ടല്ലേ കർത്താവ് നിന്നെ വിളിച്ചത്. നിന്റെ ചിന്ത ഭർത്താവില്ല, യേശുവിലല്ല. അതുകൊണ്ടാണ് നിനക്ക് മരണചിന്ത വന്നത്. മരണചിന്ത നിന്നെ ഭരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിന്നോട് പറയുക, എന്നെ നിനക്ക് ഇഷ്ടമില്ലയോ? എന്നെക്കാളും നിനക്ക് നിന്റെ ഭർത്താവെയാണ് ഇഷ്ടം, നിനക്ക് മരണത്തെയാണ് ഇഷ്ടം. കർത്താവ് എന്താ പറഞ്ഞു? മരണവും ജീവനും നിങ്ങളുടെ മുൻപിൽ ഞാൻ വെച്ചിരിക്കുന്നു. യേശപ്പ, ഇവിടെ അകത്ത് നിന്ന് ഈ ദുഷ്ട പാപന ശക്തി ഞാൻ പിഴുതിയിടുന്നു. മരണ പിശാചേ, എടി ഇവിടെ അകത്ത് നിന്ന്. പൂർവ നമ്മുടെ ജീവൻ എവിടെ വെക്കണം? അപ്പായോട്, ഭർത്താവിലല്ല, ഭാര്യയിലല്ല, മക്കളിലല്ല ജീവൻ വെക്കാനുള്ളത്. ജീവൻ വെക്കാനുള്ളത് പരിശുദ്ധാത്മാവിലാണ്. ജീവൻ വച്ചിടും സുമിയെ, വിളിച്ചവൻ വിശ്വസ്തനാ. നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല. ആ വചനത്തിന്റെ ശക്തി, ഒരു പകർച്ചയുടെ ആത്മാവും ജീവൻ വച്ചിടും രക്ഷകനാ
നെരുക്കത്തിനപ്പം ഞാൻ നിന്നെന്നാലും കണ്ടു നീ കുളിച്ചെന്നാലും ഞെരുക്കത്തിനപ്പം ഞാൻ നിന്നെന്നാലും കണ്ടു നീ കുളിച്ചാലും ഈ തീയഭിഷേകം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും അന്ത്യശ്വാസം വരെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അന്ത്യശ്വാസം വരെ യേശുവിനോട് കൂടെ രക്ഷകനാ അന്ത്യശ്വാസം വരെയും അന്ത്യശ്വാസം ഒരു വലിയ സംഭവമാണ്. അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്ന നാളുകൾ പോയി കർത്താവിൻ വരവു സമീപമായി കാലം കഴിയുന്നു നാളുകൾ പോയി കർത്താവിൻ നാമത്തെ കീർത്തിപ്പാനാ ശക്തികരിക്കാതെ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ഈ ശക്തി വാങ്ങ് ഈ ശക്തി നാക്കിൽ അഗ്നി യജ്ഞ വാങ്ങ് യജ്ഞ വാങ്ങാനാ പറഞ്ഞത്. ഇത് കൊടിയ കാറ്റാക്കി നിന്നെ എടുത്തുകൂടെ പോ അഭിഷേകം അഭിഷേകത്തിന് എല്ലാ കണ്ണും പടഞ്ഞിരിക്കട്ടെ. My dear rightness, Father. മരിച്ചുപോയ ലാസർ പുറത്തു കൊണ്ടുവന്നവനെ, ആറ്റവച്ച വിഷയത്തെ സുഗന്ധമാക്കിയവനെ, ഇല്ലാത്ത ഒന്നിനെ ഉളവാക്കി തരാൻ ശക്തിയുള്ളവനെ, നിന്റെ അഗ്നി ജ്വാലിക്കുന്ന കണ്ണുകളെ ഞാൻ ദർശിക്കുന്ന ഈ സമയത്ത് സമർപ്പിക്കുന്നു. ആദ്യമേ വന്നവർ സമർപ്പിക്കുന്നു, വിഷയങ്ങൾ സമർപ്പിക്കുന്നു. ഈ കല്ലുകൾ ആർ ഉരുട്ടി മാറ്റി നമുക്ക് വേണ്ടി ഉരുട്ടിക്കളയുന്ന ദൈവത്തിനാണ് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു. മോഹനങ്ങൾ സങ്കീർത്തനം വായിച്ച് അല്പം പ്രബോധിപ്പിക്കുമ്പോൾ അങ്ങനെ
അങ്ങയുടെ മകന്റെ വായിന്ന് തീ പുറപ്പെടുക. കടന്നു വന്ന ദൈവമക്കളെ ദൈവം തൊടുക. ശക്തി വ്യാപരിക്കുക. സമർപ്പിക്കുക. എല്ലാവരും സമർപ്പിക്കുക. യേശു നാമത്തിൽ തന്നെ. എല്ലാവരും ബൈബിൾ എടുക്കാം. മൂന്നാം സങ്കീർത്തനം. സകല ഭൂവാസികളുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളതാകുന്നു. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. എല്ലാവരും ചേർന്ന് യഹോവ നല്ലവനല്ലോ, അവന്റെ ദൈവം നീക്കുള്ളത്, അവന്റെ വിശ്വസ്തത ഹല്ലേലൂയ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദൈവം നീക്കുള്ളത്, അവന്റെ വിശ്വസ്ത തലമുറ തലമുറയായിരിക്കുന്നു. സകല ഒന്നാം വാക്യം പറഞ്ഞ സകല ഭൂവാസികളുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഒരു പാട്ടുണ്ടല്ലോ, ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സംഗീതത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ സ്തുതി ആർപ്പിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. എങ്ങനെ ആർപ്പിടാം? 100-ാം സങ്കീർത്തനം അതാണ് പറയുന്നത്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. അപ്പൊ നമ്മൾ യഹോവയെ സേവിക്കാൻ വരുമ്പോ എന്ത് ചെയ്യണം? സന്തോഷത്തോടെ വേണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയർ 4:4. ഈ സന്തോഷിപ്പീൻ എന്ന് പറയുന്ന പൗലോസ് അപ്പോസ്തലൻ എവിടാ കിടക്കുന്നത്? കാരാഗ്രഹത്തില്. കാലും കൈയും എല്ലാം ഞാപത്തിലാണ്. അപ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സന്തോഷിപ്പീൻ, യഹോവയിൽ സന്തോഷിപ്പീൻ. അപ്പൊ നമ്മൾ യഹോവയെ സേവിക്കുന്നത് എങ്ങനെയാണ്? സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹല്ലേലൂയ, സ്തോത്രം. 2, സംഗീതത്തോടെ യഹോവയെ അവന്റെ സന്നിധിയിൽ വരുവീൻ. അവന്റെ സന്നിധിയിൽ സംഗീതത്തോടെ പാട്ട് പാടി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടി, ക്രിസ്തീയ പാട്ടുകൾ പാടി യഹോവയുടെ സന്നിധിയിൽ വരുമ്പോൾ. അവരെല്ലാം യഹോവയുടെ സന്നിധിയിലോട്ട് വരുമ്പോൾ പാട്ട് പാടിയാ വരുന്ന, ആനന്ദത്തോടെ സന്തോഷത്തോടെ നൃത്തം ചെയ്താ അവർ വരുന്നത്. അല്ലാതെ അവർ വിഷമിച്ചിട്ട് കർത്താവേ എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ദുഃഖങ്ങളാണ്, രോഗങ്ങളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, അങ്ങനെയൊന്നും വിഷമിച്ചല്ല അവർ വരുന്നത്. സംഗീതത്തോടെ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വരുവാനാണ് സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്. ഭൂവാസികളുള്ളവരെല്ലാവരും യഹോവയ്ക്ക് ആർപ്പിടുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. 3-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നെ ദൈവമെന്ന് അറിവീൻ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം യഹോവ തന്നെയാണ്, മറ്റുള്ള ദൈവങ്ങളല്ല, ഭൂമിയിൽ ഉണ്ടാക്കിയ ദൈവങ്ങളല്ല. യഹോവ തന്നെ ദൈവമെന്ന് അറിയുവാൻ, യഹോവ തന്നെ ദൈവമെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, യഹോവയുടെ വചനങ്ങളെ പ്രമാണിക്കുന്നു, പാലിക്കുന്നു, അനുസരിക്കുന്നു. കാരണം അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകും. യഹോവയാണ് നമ്മളെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് അവനുള്ളവരാണ്, നമുക്ക് യഹോവയ്ക്കുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ യഹോവയോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. യഹോവയോട് എപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് ആരാധിച്ചുകൊണ്ടേ ഇരിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മെ നിർമ്മിച്ച ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോഴൊക്കെയും ആരാധനയും സന്തോഷത്തോടുകൂടി സംഗീതത്തോടുകൂടി വരുവാൻ സങ്കീർത്തനക്കാരൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആളുകളും തന്നെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ ഇടയനാഥൻ, ഈ കൂട്ടുണ്ടാവുകയില്ല. നമ്മുടെ ഇടയനായ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് കൂരിന്റെ താഴിൽ കൂടെ നടക്കുമ്പോഴും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഈ വടിയും പോലും ആശ്വാസദായനായ ഈ യേശു എന്റെ കൂടെ ഉണ്ട്.
നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരുമെന്ന്. യഹോവയുടെ ആലയത്തിൽ ഞാൻ വസിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുമ്പോൾ, ഹല്ലേലൂയ, യഹോവ നമ്മുടെ ദൈവം, അവൻ നമ്മൾ മേയ്ക്കുന്ന ആളുകളും തന്നെ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വേണം അവന്റെ വാതിലുകൾ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അപ്പൊ നമ്മൾ എങ്ങനെയാ ദേവാലയത്തിൽ പറഞ്ഞത്? സ്തോത്രത്തോടെ, സ്തുതിയോടെ. സ്തുതി ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞത് എങ്ങനെ? സ്തോത്രത്തോടെ, സ്തുതിയോടെ വരുവാനാണ് സങ്കീർത്തനക്കാരനോട് ആഹ്വാനം ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം അവൻ സ്തോത്രം ചെയ്യുന്നവൻ ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുകയും, അവന്റെ നാമം വേറൊരു നാമമില്ല. യേശുവിന്റെ നാമമാണ് വലിയ നാമം. അതിന്റെ മുകളിൽ വേറെ നാമമില്ല. അപ്പോൾ നമ്മൾ അവന്റെ നാമം ഉച്ചരിക്കുന്നവരായി, നാമത്തെ ജീവിക്കുന്നവരായി, അതിനനുസരിച്ച് പരിപാലിക്കുന്നവരായി, ജീവൻ നയിക്കുന്നവരായി നമ്മളെ തന്നെ നമുക്കൊന്ന് ഒരുക്കാം. കാരണം സങ്കീർത്തനം പറയുന്നു, വചനവാക്യം പറയുന്നു, അവൻ നല്ലവനല്ലോ, യേശു നല്ലവനല്ലോ, അവന് എന്നേക്കുമുള്ളത്. പാപങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചത് യേശു നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ വരും? യേശുവിനെ ഉല്ലാസത്തോടും സന്തോഷത്തോടും കൂടെ സ്തുതികളും കൂടെ ആരാധിപ്പീൻ. അവന്റെ ദയയുള്ളത് നമ്മളായിരിക്കുന്നത് അവന്റെ ദയയും കൃപയും ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ. അകത്തേക്ക് കിടക്കുന്ന വിശ്വാസം നമുക്ക് പുറത്തേക്ക് വിടാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ്? ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ ദയയാണ്. നമ്മളെക്കാൾ ആരോഗ്യവും ബലവും ഉള്ളവരൊക്കെ പലരും ലോകത്തിൽ മാറ്റപ്പെട്ടു നമ്മളെ ജീവനോട് നിർത്തിയിരിക്കുന്നത് യഹോവയുടെ ദയയും കൃപയാണ്. അതുകൊണ്ട് അവൻ വല്ലവനല്ലോ, അവന്റെ ദയകളും നമ്മളെപ്പോഴും പാടി സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. കാരണം അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായിരിക്കും. വിശ്വസ്ത തലമുറ തലമുറയായി ഇരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, വസിക്കുമ്പോൾ ഈ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ ബഹുമാനിക്കുന്നവരായി, അവന്റെ സന്നിധിയിൽ നിൽക്കുന്നവരായി, അവന്റെ വചനങ്ങളെ കേട്ട് ജീവിക്കുന്നവരായി നമുക്ക് ഒരുക്കാം. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, ഹല്ലേലൂയ, യഹോവയെ സകല ഭൂവാസികളുമായുള്ളവർ സകല യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കാരണം അവന്റെ നാമം വലിയ നാമം. ഹല്ലേലൂയ. സന്തോഷത്തോടെ വരുവാൻ. ഹല്ലേലൂയ. ഈ യഹോവ വലിയവൻ എന്നറിയുകയും വലിയവനായ യഹോവയുടെ മുമ്പാകെ നമ്മളില്, കാരണം നമ്മളെ ഉണ്ടാക്കിയ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സ്തുതിയോടുകൂടി സ്തോത്രത്തോടുകൂടി അവന്റെ നാമത്തെ വാഴ്ത്തുന്നവരായി, അവന്റെ നാമത്തെ ജീവിക്കുന്നവരായി നമ്മളെ തന്നെ നമുക്ക് ഇന്ന് പകൽ ഒരുക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ, ബുദ്ധിമുട്ടുകളുണ്ടോ, രോഗങ്ങളുണ്ടോ, പ്രതികൂലങ്ങളുണ്ടോ, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പ്രതിസന്ധികളൊക്കെയും നമ്മൾ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, യഹോവ നല്ലിടയനായ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ ആരാധനകളിലൊക്കെയും സ്തോത്രത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ വസിക്കുന്നവരായി, ദൈവത്തിന്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മളെ തന്നെ നിൽക്കാം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം. ആ സാന്നിധ്യം കൃപ വേണം. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ എന്ന് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഗാനത്തോട് തന്നെ ആയിരിക്കാം. ആ കൃപയിൽ വസിക്കുന്നവരായി നമ്മളെ തന്നെ ശക്തീകരിക്കാം. താഴ്ത്തി നമുക്ക് യേശുവിൽ മുമ്പാകെ നമുക്ക് കൊടുക്കാം. ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. പ്രതികൂലങ്ങളുടെ നടുവിൽ പോകുമ്പോഴൊക്കെയും അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ വേണം, ഞങ്ങളുടെ കൂടെ വേണം, ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ വേണം എന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ നിലവിളിച്ചോട് തന്നെ ആയിരിക്കാം. അതുകൊണ്ടാണ് മോശ പറയുന്നത്, കർത്താവേ, നടിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൃപയും ഇല്ലാതെ എന്നെ അയക്കരുത്. ദൈവം പറയുന്നത് എന്തുവാ? എന്റെ സാന്നിധ്യവും എന്റെ കൃപയും എന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ വിശ്വസ്തനായി തന്നെ ഇരിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ സാന്നിധ്യം നീക്കുന്ന ദൈവത്തിന്റെ കൃപയിൽ നിന്നുകൊണ്ട് കർത്താവേ, വചനങ്ങൾ തരണമേ, കൃപ തരണമേ, നല്ല ജീവിതം നയിക്കുവാനുള്ള ശക്തി തരണമേ, പ്രത്യാശ തരണമേ. ഈ ലോകത്തിലെ ജീവിതങ്ങൾ വിട്ട് ഒരു ദിവസം നമ്മൾ ഈ ലോകത്തിൽ മാറ്റപ്പെടുമ്പോൾ നമ്മുടെ പ്രത്യാശ എവിടെ? ഹല്ലേലൂയ. നമ്മുടെ കൃപ എവിടെ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പൗരത്വം എവിടെ? നമ്മുടെ പൗരത്വം ഈ ഭൂമിയിലല്ല, സ്വർഗത്തിന്റെ പൗരത്വം നേടുന്നവരായി, സ്വർഗീയ പൗരത്വം നേടുന്നവരായി നമ്മളെ തന്നെ വരാം. അതുകൊണ്ട് കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. അതുകൊണ്ട് യഹോവയെ ആർക്കൊടുക സന്തോഷത്തോടെ, സംഗീതത്തോടെ, ആനന്ദത്തോടെ യഹോവയെ ആരാധിക്കുന്നവരായി നമ്മളെ തന്നെ ഒരുക്കാം. ദൈവം നിങ്ങളെല്ലാവരും അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. ഇവിടെ ആയിരിക്കുന്ന അഭിഷക്തന്മാർ, കടന്നു വന്ന ദൈവമക്കൾ,
പ്രത്യേകിച്ച് നമ്മുടെ ജോയൽ ആൻഡ് ഫാമിലി ചിലങ്ങൾ. താങ്ക് യു ജീസസ്. ഏവർക്കും വേഗം വരുന്ന യേശു നാമത്തിൽ സ്നേഹത്തിൽ അറിയിക്കുന്നു. നമ്മെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കാലഘട്ടത്തിൽ വളരെ അർജന്റമാണ്. വചനം പറയുന്നത് അങ്ങനെ അനേകർ ഓടും, പക്ഷെ പ്രാപിക്കാൻ പറ്റുകയില്ല. ആരാ പ്രാപിക്കുന്നത്? ബലവാൻ, അതിന് ദാഹമുള്ളവൻ, കൊതിയുള്ളവൻ, അവനത് പിടിച്ചെടുക്കും. അത് നിർബന്ധമാണ്. സ്വർഗരാജ്യം നിർബന്ധം ഉള്ളവർക്ക് ലഭിക്കുകയും. ആരും എന്നോട് പ്രയാസപ്പെടണ്ട, ഞാൻ സത്യം പറയും. നിങ്ങൾ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളിൽ പലരും ഉദ്ദേശിക്കുന്നത് ഒരുമാതിരിയൊക്കെ പ്രാർത്ഥിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയി നമുക്ക് സ്വർഗത്തിൽ പോകാം. എന്റെ പൊന്നു മക്കളെ, അങ്ങനെ കിട്ടത്തില്ല. ഇത് കിട്ടത്തില്ല. പിശാച് ജയിക്കാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പോകുന്നില്ല. നിങ്ങൾ എന്നാ മനസ്സിലാക്കാത്ത എന്താ? വെളിപ്പാട് പുസ്തകത്തിൽ പച്ചയ്ക്ക് പറയുന്നു, ജയിക്കുന്നവന് കിരീടം. അപ്പൊ ജയിക്കാത്തവന് എന്താ? അത് പറയണമല്ലോ. ജയിക്കുന്നവന് കിരീടം ലഭിക്കും. അപ്പൊ തോറ്റവനോ? തോറ്റവൻ നിന്നെ ആര് ജയിക്കുന്നോ അവൻ അടിമയാകേണ്ടി വരും. അങ്ങനെയല്ലേ? അതുകൊണ്ട് വളരെ നിത്യജയം പ്രാപിക്കാനുള്ള താരമുള്ളവർ പറയുക, പ്രാർത്ഥനയിൽ മാറ്റം വരുത്തി ശക്തി പ്രാപിക്കാനുള്ള. കർത്താവ് പറഞ്ഞ പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരുമല്ലല്ലോ. പിശാച തന്ത്രങ്ങളാണ്. അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് വരും. നമ്മൾ വേറിട്ട് ആരാധിക്കുകയാണെങ്കിൽ വേറിട്ട് തന്നെ നിൽക്കണം. തീരുമാനം കറക്റ്റാ, ഡിസിഷൻ ഇപ്പോൾ കറക്റ്റ് ആയിരിക്കണം. ആ കറക്റ്റ് ആണെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാനൊരു വെളിപ്പാട് പറയാം. ഒരു വചനം എടുത്ത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 9 വായിക്കുമ്പോൾ അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ആരാ? ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കുമ്പോഴാണ് ചിലവന് എത്തി നോക്കുന്നത്. ഈ പൗലോസിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറെ നാൾ 14 ദിവസം കപ്പൽ യാത്ര ചെയ്യുന്ന, വെട്ടമില്ല, വെളിച്ചമില്ല, ആകപ്പാടെ അന്ധകാരം, തണുപ്പു, പിന്നെ കൂടെ ഇരിക്കുന്ന 276 പേരും ഒരു വല്ലാത്ത കണ്ടീഷനാണ്. വചനം പഠിപ്പിക്കുന്ന അവരാശ അറ്റുപോയെന്നാണ്. ഇവിടെ പലരും ആശ അറ്റുപോയത്. ആശ അറ്റുപോകുമ്പോൾ അവരെ മുൻപിൽ കാണുന്ന മരണമാണ്. അന്നേരമാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു വരം. ദൈവാത്മാവിന്റെ വരവെന്ന് പറയുന്നത് നിന്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുക. കുറെ നാളുകളായി ഇന്ന് മാറും നാളെ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ഒരു അനുഭവം ഞാൻ അലട്ടിക്കൊടുക്കുക. ഞാൻ ആകെപ്പാടെ പ്രയാസത്തിലാണ്. ഇതെനിക്ക് പുറത്ത് പറയാനും കഴിയുന്നില്ല. ആരാധന അവരെ കണ്ണിന് മുമ്പ് പലപ്പോഴും ഇപ്പോ പാമ്പ് ക്രോസ് ചെയ്ത് പോകുന്നത് പോലെയൊക്കെ തോന്നലും ചിന്തയും അലട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അടയാളം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ. ഒരേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു ചെറിയ നീക്കം പോലും പരിശുദ്ധാത്മാവ്. രാധാമണിയാര് പറയുന്നത് ഇനി ഒരു സുഖമില്ല എന്നതാണ്. മകളുടെ വിഷയം, ഭർത്താവിന്റെ വിഷയം, അമ്മയുടെ വിഷയം, സാമ്പത്തിക വിഷയം,
എന്നെ ഒരു സൈഡ് ഫുള്ളായി തളർത്തിക്കൊണ്ടേ വരും. ഇടയ്ക്ക് ഒരു ദിവസം ഒരു വാക്ക് ആന്റി പറഞ്ഞിരുന്നു, ഇനി പോവുകയാണ് ഈ പൊയ്ക്കോട്ടെ. ആന്റി ശരിയാ? ശരിയാ? അങ്ങനെ പറയരുത്. മക്കൾ എന്താ പറഞ്ഞു? അല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് ചെയ്യാൻ പോകുന്നത് സിന്ധു, നിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന പാമ്പ്. ശക്തി, എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ല. നീ അവിടെ നിന്ന് കണ്ണുനീര് എടുത്ത് ആ കൗണ്ടറിൽ തുടച്ചു. നീ ശരിയാണോ? തുടച്ചായിരുന്നല്ലോ സഹോദരി. തുടച്ചു. എനിക്ക് ജോലിക്ക് പോകാൻ മനസ്സില്ല. അവസ്ഥ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം എടുക്കാം. സിന്ധു ഒരു തീ അഭിഷേകത്തിനെ മൂടുന്നപ്പോൾ, ഒരു അഗ്നിനെ മൂടുന്നപ്പോൾ, right now Jesus fire. ഇത് അഗ്നിയുടെ സമയം. നിങ്ങളുടെ കടഭാര ചീട്ടുകളെ കീറുവാൻ ആണിപ്പാടുള്ള കരത്തിന് ഭയങ്കര കരുത്താണ്. നിന്നെയുമല്ല, എന്റെ പിതാക്കന്മാരുടെ ഭരണിയിൽ എണ്ണ വർദ്ധിപ്പിച്ച് വിധവയെ പോലും പ്രവാചകൻ മുഖാന്തരം ഭരണിയിൽ എണ്ണ വർദ്ധിപ്പിച്ച് കടം തീർത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി ചിലത് കൈകാര്യം ചെയ്യുന്ന ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തുക. ഇവിടെ സിയോൻ യാത്രയിൽ മുട്ടിൽ നിൽക്കാം, ഇരിക്കുന്നവരിക്കാം, എണ്ണിക്കുന്നവർക്ക് എണ്ണിക്കാം. ഈ പാട്ട് പാടുമ്പോൾ അത് അവരവരുടെ ഇഷ്ടം. ശക്തി, ശക്തി, ഈ അഭിഷേകം ലോകത്തിൽ ഒഴിക്കട്ടെ. ദൈവത്തിലാശ്രയമോ അതുകൊണ്ടാണ് എനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ.
ആനി എന്നാ സംഭവിച്ചു പറയാമോ? ഇപ്പൊ പിടുത്തം ഉണ്ടോ? പോയി ഇപ്പൊ എന്നാ സംഭവിച്ചു? ഒരു മനുഷ്യനെയും ആർക്കും തൃപ്തരാകാൻ പറ്റത്തില്ല ഉയരത്തിന് ശക്തി പ്രാപിക്കാതെ നടക്കത്തെ. നീ ജോലിക്കൊന്നും പോകത്തില്ല. നീ ഈ മാസത്തോടെ ജോലി നിർത്തും. നിങ്ങളുടെ വിഷയത്തിന് മേൽ സ്വർഗം കൈനീട്ടുക. എന്നെ വളരെ ചിന്തിപ്പിച്ചത് താങ്ക് യു. മരുഭൂമിയിൽ മന്ന കൊടുത്തവനെയാണ്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ 5 അപ്പം 2 മീനുമായി ഇങ്ങനെ കിടത്തി പിടിച്ചിരിക്കുക. അപ്പൊ ശിഷ്യന്മാർ ഓർത്ത് എങ്ങനെ അറിയാമോ? ഞാൻ ആത്മാവിന് തെറ്റ് ഓർക്കല്ലേ, 200 വെള്ളിപ്പണത്തിന് അപ്പം വാങ്ങിയാലും ഈ ജനത്തിന് കൊടുത്ത് തീരുകയില്ല. കാരണം 10-25,000 പേരുണ്ട്. 5,000 പുരുഷന്മാരാണെങ്കിൽ 5,000 സ്ത്രീകൾക്കുണ്ടായിരിക്കും അല്ലേ? എന്തായാലും 2 അന്ന് പണ്ടൊക്കെ 10-15 മക്കളെ ഒരു വീട്ടിൽ നമുക്ക് 2 കൂട്ടിയാലും ഒരു 10-20,000 ഒരു ഉറപ്പാ ആണെങ്കിൽ ശരി. ഇത്ര പേർക്ക് ആഹാരം കൊടുക്കണമെങ്കിൽ 200 വെള്ളിപ്പണം. യോശേപ്പ വിറ്റത് 20 വെള്ളിപ്പണത്തിലാണ്. യേശു ഒറ്റ കൊടുത്തത് 30 വെള്ളിക്കാശിലാണ്. ഓക്കെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ 200. അത്രയ്ക്ക് അപ്പം വാങ്ങിയാൽ പോലും തികയത്തില്ല. എങ്ങനെ? കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ കൊടുക്കാൻ. ഞങ്ങൾക്ക് ഒന്നും ഇരിപ്പില്ല. കാരണം നീ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾ പോകുമ്പോൾ വലിയ പണം ഒന്നും വേണ്ട, 2 ചെരുപ്പ് വേണ്ട, 2 വസ്ത്രം വേണമെന്ന് പറഞ്ഞു വിട്ടത്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ വരും. അതാ ഞാൻ ആത്മാവിൽ വരിക. ജയമെടുക്കുന്നവർക്ക് സംഭവിക്കും. നല്ല ഉറപ്പ് എനിക്കുണ്ട്. ഇതൊക്കെ കേൾക്കണോ? ഒരാൾ പറഞ്ഞ ഒരു പയ്യന്റെ കയ്യിൽ 5 അപ്പം 2 മീൻ ഇരിപ്പുണ്ട്. 5 അപ്പം 2 മീൻ പറഞ്ഞാൽ ഒരാൾ കഴിക്കുന്ന ഒരു ആഹാരമാണ്. അതെങ്ങനെ 20,000 പേര് കൊടുക്കാൻ? 2 പേരുടെ കയ്യത്തില്ല. യേശു പറയാ, കൊണ്ടുവരുവേ. അപ്പോ കൊണ്ടുവന്നു, അവന്റെ കൈ കൊടുത്തു. നമ്മുടെ ഭാഷയെ പറഞ്ഞാലോ കത്താ തിന്നാൻ വേണ്ടി ചോദിച്ചു ചിന്തിക്കാം. കാരണം 5 അപ്പം 2 മീനും കൊണ്ട് മാനസിക ബുദ്ധി അനുസരിച്ച് ഒന്നും നടക്കത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള 50-100 രൂപ കൊണ്ട് 5 ലക്ഷം കടം തീർക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമില്ലെന്നും. അത് നടക്കുന്ന കാര്യമില്ല. പക്ഷേ യേശുവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ യേശു പറയുന്ന വാക്കിതാണ്, ഉയരത്തിലേക്ക് ഉയർത്തുക. നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ലഭിച്ചാലും അത് പ്രാർത്ഥിച്ചിട്ട് എടുക്കാവും. ഒരു പിടി ചോറാണെങ്കിൽ, ഒരു പച്ചവെള്ളമാണെങ്കിൽ പ്രാർത്ഥിച്ച് ആദ്യം നിന്റെ പൈസ കിട്ടാൻ ആദ്യം ദൈവത്തിനുള്ള പൈസ മാറ്റി വെക്കണം. ആദ്യം വച്ചിട്ടാണ് മറ്റൊരു കൈ വയ്ക്കാം. നിങ്ങൾ ചെയ്യാഞ്ഞ കൊണ്ടാണ് പരാജയപരക്കാർ. ചെയ്ത് നോക്ക്. എന്നെ ഉയർത്തി ദൈവം നിന്നെ ഉയർത്താം. ഇനി അടുത്ത പോയിന്റ് വരട്ടെ. അത്
പത്രോസ് യോഹന്നാനെ അവരിലെ കർത്താവിന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളവർ വിളിച്ചു വെച്ച് പറഞ്ഞു, എടാ പത്രോസെ, ഈ അപ്പത്തെ നീ വിളമ്പിയാ മതി. എടാ യോഹന്നാനെ, ഈ മീൻ നീ വിളമ്പൂ. മനസ്സ് ചിന്തിക്കുക, 2 മീനെ ഞാൻ ആർക്ക് കൊടുക്കാം? എനിക്കൊന്ന് പത്രോസ് കൊടുത്താവട്ടെ എന്നല്ലയോ. 5 അപ്പം വിശന്ന് കരിഞ്ഞിരിക്കുന്നു. നമുക്കറിയാമല്ലോ, അവര് യേശുവിന്റെ കൂടെ വന്നത് നിരപ്പുള്ള റോട്ടിലല്ല, മരുഭൂമിയിലോട്ടാ. മരുഭൂ യാത്ര അതികഠിനം അല്ലേ, പ്രതികൂലങ്ങൾ അനുനിമിഷം. അപ്പൊ അവിടെ പോകുമ്പോ ഒരു കയറ്റം കയറുമ്പോ ആകപ്പാടെ എല്ലാം തീർന്നു പോകും. ദേശം എല്ലാം കരിഞ്ഞ് വരുവാനിരിക്കുമ്പോഴാണ് ഈ ദാനങ്ങൾ കഥ വിളമ്പാൻ പറയും. പക്ഷെ ഒരു കണ്ടീഷൻ നോക്കണേ, കണ്ണ് അടച്ചേച്ച്, കണ്ണ് തുറന്നാ പോക്കാം. അതുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 1ാമത്തെ അപ്പം എനിക്ക് കൊടുത്തു, 2ാമത്തെ അപ്പം ഞാൻ നിനക്ക് തരട്ടെ, നീ വാങ്ങുമ്പോ ഇതേ ഒരു അപ്പം എടുത്ത് ഒരു 50 ഇരിക്കാൻ പറഞ്ഞില്ലേ, അവർ ഇരുത്തിയല്ലോ. ഞാൻ വെളിപ്പാട് പറഞ്ഞു പോകാനാ. ഒരു അപ്പം എടുത്ത് ഒരാളിന് കൊടുത്തപ്പോ ഇവിടെ എത്ര അപ്പമായി? 4 ആയി. അടുത്ത അപ്പം എടുത്ത് കൊടുക്കുക. പിടി സഹോദരി വാങ്ങുന്നേ, ഹലോ വാങ്ങുന്നേ. ഇപ്പൊ എന്റെ കയ്യിലുള്ള 5 അപ്പത്തിൽ ഞാൻ ആദ്യത്തെ അപ്പം ആർക്ക്? മിനിസ്റ്റർ കൊടുത്തത്. മിനിസ്റ്റർ കൈ ഉയർത്തിപ്പിടി. നീ വാങ്ങിയിട്ടുണ്ടേ ഉയർത്തിപ്പിടി. ഞാൻ വെളിപ്പാടേക്ക് ആക്കുക. ആര് പറഞ്ഞു നിന്റെ സ്ഥിതി മാറുകയില്ലെന്ന്? 3ാമത്തെ അപ്പം ഞാൻ നിനക്ക് തരാം. കൈ ഉയർത്തി പിടിക്കുമ്പോൾ എനിക്ക് സഹായം എവിടെ നിന്ന് വരും? അതാണ് അർത്ഥം. എന്റെ സഹായം വിശ്വസിക്കുന്നവരാണ് ഈ വക അടയാളം. അടയാളം വെളിപ്പെടുക. ഇന്നലെ അവിടുത്തെ മീറ്റിംഗ് വെളിപ്പെടുത്തിയിരുന്നു, നിങ്ങൾ എതിരേറ്റ് പോകുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ ഒരു കുടം വെള്ളവുമായി നിങ്ങൾ എതിരേറ്റ് വരും. വരുമെന്ന ദാരിദ്ര്യത്തെ പറിച്ചറിയുന്ന, കടമാർത്ത വ്യക്തികളെ വിൽക്കാനുള്ള വിൽപ്പാനും വാങ്ങാനുള്ള വാങ്ങാനും അറിയാത്ത വഴികൾ തുറക്കുന്ന ദൈവത്തെ ഞാൻ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ 2 അപ്പം കൊടുത്ത പിന്നെ ബാക്കി 3 ഉള്ളൂ. ഇത് നീ വാങ്ങി. ദൈവം വിചാരിച്ചേ ഇവന്റെ ഹാർട്ടിൽ നിന്നും ഇവന്റെ കിഡ്നിയിൽ നിന്നും എടുത്തിട്ട് പോകാനാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് ഈ പോരുകളെ ഞാൻ വെട്ടിവിടുന്നു.
Fill. ഏലിയാവിന്റെ ദൈവത്തിന്റെ പുതപ്പിന് ശക്തി കൊണ്ട് റൈറ്റ് ഫയർ. യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും, യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. കണ്ണടച്ചേച്ച് ആ പാത്രത്തിൽ പിന്നെയും കൈവച്ചപ്പോൾ ആ വയ്ക്കുന്ന ഒരു അപ്പത്തിന്റെ മണ്ടയിൽ ആറാമത്തെ അപ്പം വരികയാണ്. അതൊരു സംഭവം. ആറാമത്തെ അപ്പം വന്നപ്പോഴാണ് അവൻ എടുത്ത് ആറാമത്തെ ആളിന് കൊടുത്തപ്പോ അവന് മനസ്സിലായി ഇനി ഏഴാമത്തത് വരാൻ പോവുകയാണ്. അപ്പൊ ഏഴാമത്തെ അപ്പം എടുത്തപ്പോൾ അവനറിയാം
ഇനി 8ാമത്തെ അപ്പം ഉറപ്പാ. പിന്നെ പറയണ്ട, അങ്ങോട്ട് ഒഴുകുക. ആരും അറിയാതെ എന്നെ നന്നായി അറിந்து தேடி வந்த நல்ல நேசரே, உன் அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான். പക്ഷെ കണ്ടീഷൻ ഉണ്ട്, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. വചനം 15ാം സങ്കീർത്തനത്തിൽ പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ അവനെയാ. നിങ്ങളത് മറന്നു പോകും. യേശു പറഞ്ഞ വാക്കുണ്ട്, എന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം 9ാമത്തെ വാക്യം പൊതുവാക്കിലെ നിന്ന് പോവുക. ഒന്ന് കേൾപ്പിക്കോട്ടെ. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഓക്കെ, അറിഞ്ഞ് നീ ദൈവത്തിൽ കറക്റ്റ് പ്രാർത്ഥിക്കുമെങ്കിൽ നിനക്കിത് സംഭവിക്കും. ഏലിയാവിന്റെ ദൈവമേ, ഏലിയാവിന്റെ ദൈവമേ, മോശയുടെ ദൈവമേ, നീ വെളിപ്പെട്ടു വാ എന്റെ വീട്ടിന്റെ മേൽ. ആരാ പറയുന്നു? ആരാ പറയുന്നു? കസേരയിൽ ഇരിക്കാൻ പറ്റാത്തവരുടെ തീരെ മൂടാൻ പോവുക. നിന്നതല്ല നാം ദൈവമേ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. രാജപ്രഭേ, എന്റെ ഡാഡി നിന്നെ നോക്കിക്കൊണ്ടായിരിക്കുന്നപ്പോൾ ശക്തി ആര് റെഡി? പാട്ട ശക്തിയോടെ പാടണം. ഇത് ഏറ്റെടുക്കുന്നവർ മാത്രം ഒന്ന് എണ്ണിച്ചിരിക്കൂ. ഓ, ശക്തിയായിരുന്നു. കൈയുടെ കൈ കൊണ്ടുവന്നവർ കൈ അടിച്ചുകൊണ്ട്, കൈ ഇല്ലാത്തവർ മാത്രം കൈ അടിക്കണ്ട, കൈ ഇല്ലാത്തവർ മാത്രം.
യേശു ഇറങ്ങി വരികയാണ്. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ, ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ. സകലങ്ങളോ അസ്തമിച്ച് പോയിടുമ്പോ, സോദരങ്ങളോ ആനന്ദമായിടുമ്പോ, സാധ്യതകളോ പോയിരുന്നോ, സോദരങ്ങളോ ആനന്ദമായിടുമ്പോ, വീണ്ടെടുത്ത യേശുനാമൻ സകലത്തിനും ജയം നൽകുമല്ലോ. വീണ്ടെടുത്ത യേശുനാമൻ സകലത്തിനും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ, ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ, ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ. ഉയർത്തിലെന്നെ ശത്രുവിനെ ബാധിക്കുമോ, തകർന്നുവെന്നെ ഭീതിയും മുടക്കിടുമോ. ഉയർത്തിലെന്നെ ശത്രുവിനെ ബാധിക്കുമോ, തകർന്നുവെന്നെ ഭീതിയും മുടക്കിടുമോ. പ്രവൃത്തിയിൽ വലിയവരെ സുനാമൻ ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവരെ സുനാമൻ ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയത്തെ ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയത്തെ ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ, ഇനിയും കൃപതോന്നി കരുതിടണേ, ഇനിയും നടക്കണേ തിരുവിതമോ. ഇരിക്കുന്നവരിക്കാം, നിൽക്കുന്നവരിക്കാം. പക്ഷെ വെളിപ്പാട് ഒരു ദിവസം 9 മണി നേരത്തെ പത്രോസും യോഹന്നാനും ആലയത്തിലേക്ക് പോകും. വചനം പകർന്ന് ആലയത്തിലേക്ക് പോകാമെന്നവർ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം. കാരണം നിത്യജീവന്റെ വഴിയാണ്. അത് കന്യായോട് ചോദിച്ചാൽ അവള് പറഞ്ഞു, എസ്തറോട് ചോദിച്ചാൽ അവള് പറയും ആലയത്തിന് ശക്തി ഉണ്ടാകും. ഇല്ലാത്തത് ഉളവാക്കി തരുവാൻ ശക്തി. ശബരമ
യേശുവേ, അതാ സ്തുതിക്കുന്നു. അവന്റെ ശക്തി ഓ, അതാ സ്തുതിക്കുന്നു. വാഴ്ത്തുന്നു. ദൈവമേ, ഒന്നും ഇല്ലായ്മയിൽ നിന്ന് യേശുവിന്റെ രക്തം. എല്ലാം ഉള്ളതുപോലെ മത്സരമാറ്റിയത് അങ്ങനെയാണ്. എനിക്ക് നിന്നോട് പറയുന്നത് നിന്റെ കാലുകളുടെ അസ്ഥി ഉണ്ടല്ലോ, മേരിക്കുട്ടിയെ പറ്റി നിന്റെ അസ്ഥികൾക്ക് പുതിയ ബലം പകരുന്നു. അവനറിയാം അവന്റെ മക്കൾക്ക് കാലുകൾക്ക് എങ്ങനെ ബലം കൊടുക്കണം, കണ്ണുകൾക്ക് എങ്ങനെ തെളിച്ചം കൊടുക്കണം, അവന് നട്ടലിന് എങ്ങനെ സൗഖ്യം കൊടുക്കണമെന്ന് തലവോട്ടക്കകത്തിന് ബ്രെയിനിലേക്ക് മറതിയുടെ ശക്തിയെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഉണർവ് കൊടുക്കുന്ന ശക്തി കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവരെ വന്നിടിനും. ആരാ? ഭക്തൻ പറയും, ദൈവിക ബന്ധമുള്ളവൻ പറയും, എന്റെ വഴികൾ എന്റെ മുമ്പിൽ തുറന്നു വരുമെന്ന് ഭക്തൻ പറയും. ആരാ? Bless you in the holy name. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ചന്ദ്രനിലേപ്പോൾ വീഴ്ത്തപ്പെട്ടാൽ. എരിയും തീച്ചുളയെതിരായെരിഞ്ഞാൽ ചന്ദ്രനിലേപ്പോൾ വീഴ്ത്തപ്പെട്ടാൽ. അഗ്നിയിലിറങ്ങി വെന്തിനാലെ പ്രിയൻ വീടുവിക്കും കൂടെയും. അഗ്നിയിലിറങ്ങി വെന്തിനാലെ പ്രിയൻ വീടുവിക്കും. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമാനവരെ വന്നിടിനും. വീടുകയില്ല ഞാൻ, വീടുകയില്ല ഞാൻ. പ്രതികൂലമാനവരെ വന്നിടിനും. കാത്തിടും എൻ പോറ്റിടും നടത്തിടും അന്ത്യം വരെ. മനുഷ്യൻ കാക്കുന്നത് അവൻ ജീവിക്കുന്നവരെ, അപ്പനും അമ്മയും കാക്കുന്ന അവൻ ജീവിക്കുന്നവരെ. 50-50 വർഷം. ഇവനാണെങ്കിൽ അവസാനമില്ല, പോയിക്കൊണ്ടേയിരിക്കും. ഫുൾ സ്റ്റോപ്പ് ഇല്ല, പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 9 മണി സമയത്ത് രണ്ടുപേരുമായി ആലയത്തിൽ പോകുമ്പോൾ ഒരുത്തൻ അവിടെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കട ഇന്നുകൊണ്ട് ആരെ കണ്ടാൽ ഭിക്ഷ ചോദിക്കും. എന്താ സംഭവം? ജന്മം കൊണ്ട് അമ്മയുടെ ഗർഭത്തിലേ അവൻ മുടന്തനായി ജനിച്ചവനാണ്. അതിന്റെ അർത്ഥം നടന്നിട്ടേ ഇല്ല. തോന്നി ഏറ്റെടുക്കണേ, അവൻ നടന്നിട്ടേ ഇല്ല ഇതുവരെ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഇതുവരെ നിങ്ങൾക്ക് നടക്കാത്ത ചില അത്ഭുത കാര്യങ്ങൾ നടക്കാൻ പോകുക എന്നുള്ളതാണ് ഇവിടുത്തെ അടയാളം. ആ ഏറ്റെടുക്കുന്നില്ല വിശ്വസിക്കുന്നവർ ഈ അടയാളം സംഭവിക്കട്ടെ. Thank you, Master.
കണ്ടാലും ഭിക്ഷ ചോദിക്കും. ഇവരെ കണ്ടപ്പോഴും വല്ലതും കിട്ടുമെന്നവൻ അവരുടെ ഭിക്ഷ ചോദിച്ചെന്ന വചനം പറയുന്നു. അവരോട് ഭിക്ഷ ചോദിച്ചു. പരിശുദ്ധാത്മാ പറഞ്ഞു, എടാ ഞാൻ നിന്നെ ഭിക്ഷ എടുക്കുന്നവനല്ല, നീ കൊടുക്കുന്നവനാക്കി തീർക്കുന്നു. കൊടുക്കുന്നവൻ. ഇതുവരെ നീ വാങ്ങുന്നവനാ, ഇത് കൊടുക്കുന്നവൻ. ഓക്കെ, അവ വെങ്ങം കിട്ടുമെന്ന് കൈ നീട്ടി. ഞാൻ പറഞ്ഞു തീർത്ത് പോവുകയാണ്. അവൻ പറയും, അതെ, അവനെ കണ്ടപ്പോ ഇവർ പറയുക, കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതിനല്ല, ഞങ്ങളിൽ വെള്ളിയും ഒന്നും ഇരിപ്പില്ല, വെള്ളിയുമില്ല, ഒന്നുമില്ല, ഒന്നും ഇരിപ്പില്ല, നിങ്ങൾ തരാം. പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം. അതാ ഇവിടെ നാളെ എനിക്കുള്ളത് നിനക്ക് തരാം. നമ്മുടെ ചിന്തയിൽ എപ്പോഴും യേശുവിനെ ഓടിച്ചുകൊണ്ടിരിക്കണം. കാറ്റയും കടലയും അടട്ടിയ അത്ഭുത വാർത്തകൾ, കടൽ മീത് നടന്ന അത്ഭുത പാതകൾ, എനിക്ക് തുണയായി എനിക്ക് തുണയായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എല്ലാ പ്രയാസം. ഇങ്ങനെയുള്ള ചില പോയിന്റുകളെ പിടിച്ച് അത് ചവിട്ടി പിടിച്ചു നിൽക്കണം. അപ്പോഴാണ് ശക്തി പുറപ്പെടുന്നത്. ശക്തി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളൊക്കെ ഒന്നും ഇരിപ്പില്ല, ഞങ്ങൾക്കൊന്നും നിന്നെ തരാമെന്ന് പറഞ്ഞു വെച്ചാൽ അവന്റെ കയ്യെ ഒരു പിടി പിടിച്ച് പത്രോസ്. നമ്മളിപ്പോ പാടിയതേ ഉള്ളൂ, എൻ പ്രിയൻ വലങ്കരത്തിൽ. വലകരയുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞാട്ടെ. വലകരയുള്ളവർ മാത്രം ഞങ്ങൾ ഒറ്റ പിടി പിടിക്കും. ഈ പത്രോസ് എന്ത് പറയുമ്പോൾ അവന്റെ കയ്യെ ഒറ്റ പിടി പിടിച്ച് ജോയലെ പിടിച്ച ചവനെ പറയ, യേശു ക്രിസ്തു നാമത്തിൽ നീ നടക്കുക. ഇതുവരെ നടക്കാത്തവൻ, ഇതുവരെ ലഭിക്കാത്ത ഒന്നിലേക്ക് നിന്നെ യേശു കൈമാറുക, കൈമാറുക, കൈമാറുക. ഏറ്റവും മാത്രം, ഏറ്റവും മാത്രം നിന്റെ വീട്ടിൽ നടക്കാത്ത കാര്യങ്ങളെ അവൻ ഇന്ന് നടത്തിപ്പിക്കാൻ പോവുകയാണ്. ജയമെടുക്കുന്ന വീടുകളിലേക്ക്, ജയമെടുക്കുന്ന വീടുകളിലേക്ക് ഉടവല വൈരം, റീവൽ പ്രൗഢി, വൈരമായ മടകപ്പം. ഞാൻ ഏറ്റെടുന്നേ, ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ, നടക്കാത്ത കാര്യങ്ങൾ പലരും പറഞ്ഞു നടക്കത്തില്ല. ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. നിന്നെ കിട്ടത്തേ ഇല്ല, നിന്റെ കൂടെ വരത്തില്ല, നിന്റെ തിരികെ കിട്ടത്തില്ല. നിന്നെ കോഞ്ഞാകത്തേ ഉള്ളൂ, കണ്ണ് കുടിക്കത്തേ ഉള്ളൂ. നിന്റെ പോക്കാണെന്ന് പറഞ്ഞ വിഷയത്തെ യേശു ഒതുക്കി തീർക്കാൻ പോകുന്നു. യേശു മടക്കി വരുത്താൻ പോകില്ല. വിശ്വസിക്കുന്നവരാ നീ ഇവരുടെ അടയാളങ്ങൾ. ശക്തി, അവന്റെ ശക്തി, അവന്റെ ശക്തി, അവന്റെ ശക്തി ചിന്തകൾ അവൻ വെച്ചു. Receive it with your holy name. യേശു നാമത്തിൽ കൈമാറുന്നു. ഭയങ്കര ശക്തി, 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 ശക്തി. എന്റെ തലമുറ പച്ച പിടിക്കുന്നത് ആരാ പറഞ്ഞത്? നിന്റെ തലമുറ പച്ച പിടിക്കുന്നത് ആരാ പറഞ്ഞത്? പിടിച്ചു വാങ്ങി, പിടിച്ചു വാങ്ങി, പിടിച്ചു വാങ്ങി, പിടിച്ചു വാങ്ങി. യേശു തന്റെ മക്കൾ കൊടുക്കുന്നത് മുതൽ തരമായതാണ്.
the first quality അവൻ ആരാധിക്കുന്നവർ കൊടുക്കുന്നത്. അതിന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നടക്കത്തുന്ന പറഞ്ഞ പക്ഷെ ലഭിച്ചാൽ നമ്മളെ ബന്ധുവായിരിക്കാം. പിന്നെ ബന്ധുവായിരിക്കാം. ഒരുപോലെ ബൈബിൾ പഠിച്ചു ഇറങ്ങി നിൽക്കും ബന്ധുവായിരിക്കും. ആ ദേശം നോക്കി നിൽക്കും. അവന്റെ കൈ പിടിച്ച് ഉയർത്തിയതേ ഉള്ളൂ. അവന്റെ നദിയാണികൾ അവിടെ ഉറക്കുക. ഇന്ന് നീ ജയമെടുക്കാൻ പോകുന്ന അഭിഷേകം ഉറക്കുകയാണ്. ഉറക്കുകയാണ്. നോക്കാതെ പെട്ടെന്ന് ഉറക്കുകയാണ്. അതിന്റെ 9 പറയുന്നത് അവൻ ചാടുകയും ഓടുന്നവയും ജനങ്ങൾ കണ്ടല്ലോ. ഉറപ്പാണോ? കണ്ടല്ലോ. കണ്ടോ? ഉറപ്പാണോ? നിന്റെയും തലമുറ വഴികൾ തുറക്കുന്നത് കുഞ്ഞുങ്ങളിലെ എക്സാം എഴുതാൻ പോകുന്ന സമയമാണ്. 10ാം ക്ലാസ് +2 എല്ലാം എഴുതാൻ പോകുന്ന സമയമാണ്. ഞാൻ എല്ലാവരും പറയും മക്കളെ നീ A+ എടുക്കില്ല. ഞാൻ ചെറിയനോടൊന്നും പറയും ഞാൻ എടുക്കും. എനിക്ക് ഉറപ്പുണ്ട് പിള്ളേരോട് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ജോലി കിട്ടുമെന്ന് എനിക്കറിയാം. അല്ലെ നോക്കിക്കോ, നിങ്ങളുടെ വഴിയിൽ ദൈവം തുറക്കുന്നു. നല്ല ദർശനം, നല്ല വെളിപ്പാട്. ഒരു 4-5 മണിക്കൂർ പ്രാർത്ഥിക്കാൻ പഠിക്കണം. 14 പേർ ഉറങ്ങാൻ പഠിക്കരുത്, പ്രാർത്ഥിക്കാൻ പഠിക്കണം. പിന്നെ വീട്ടിൽ കൂടെ ഒന്ന് കുറെ അങ്ങോട്ട് കുറച്ച് മുട്ടോടെ പ്രാർത്ഥിക്കും. പന്നിക്ക് മനുഷ്യന്റെ വ്യത്യാസം മനസ്സിലാക്കി. നീ ആരാന്ന് പ്രാർത്ഥിക്കരുത്. ഡാഡിന്റെ ഒക്കെ അടുക്കൽ വരും. പകല പണി പറയും, രാത്രി എണീച്ച് പ്രാർത്ഥിക്കും. ഡാഡിന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ വന്ന ജനമെല്ലാം കണ്ട് നെട്ടി. ഈ നെട്ട നിന്നെ കുറിച്ച്, നിന്റെ വീടെ കുറിച്ച്, നിന്റെ വിഷയങ്ങളെ കുറിച്ച്. കടഭാരം കൊണ്ട് വീട്ടില് നോട്ടീസ് ഒട്ടിച്ചാലും അത് കീറിക്കളഞ്ഞിട്ട് സ്വന്തമാക്കി ദൈവം. 6ാമത് അപ്പം എങ്ങനെ വന്നോ അതുപോലെ നിന്റെ സമ്പത്തുകൾ തുറന്നു വരും. പിന്നെ അല്ലാതെ ദൈവത്തിനറിയാം എന്ത് ചെയ്യണം. അതാ പ്രവാചകൻ ചോദിച്ചു, എന്താ ഉള്ളത്? മരടിയിൽ അല്പം എണ്ണ. ഒരു ഐഡിയ ചെയ്യും. അതിനകത്ത് മനസ്സിലായോ? പറഞ്ഞ ഹാർട്ടാ എണ്ണ വെച്ചാൽ പരിശുദ്ധാത്മാവ്. എന്റെ ഹൃദയത്തിൽ അല്പം പരിശുദ്ധാത്മാവ്. അത് മാത്രം മതിയെന്നേ. അത് നിന്നെ വളർത്തിക്കോളും. അപ്പൊ പാത്രം കുറയരുത്, പ്രാർത്ഥന കുറയരുത്. 1/2 മണിക്കൂർ പ്രാർത്ഥിക്കും, 1/4 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. സ്വപ്നത്തിൽ പോത്തൊന്നുമില്ല. തീകടൽ പോകേണ്ടി വരും. വിശുദ്ധി വേർപാട് വേണം. കള്ളം പറയരുത്, കള്ളത്തിൽ കൂട്ടു നിൽക്കരുത്, പൈസ മോഷ്ടിക്കരുത്, ചീത്ത സ്വഭാവം ഉണ്ടാകരുത്, വൃത്തിക്ക് ജീവിക്കണം. യേശുവിന്റെ കൂടെ
അവിടെ തന്നെ ഓർമ്മ വരും. ഡ്രാമ കാണിക്കരുത്. പുറത്തിലെ കരഞ്ഞ് പ്രാർത്ഥിക്കും. ഡാഡി നിന്നെ വീട്ടിൽ വരും. നിന്റെ സ്ഥിതി മാറും. ആരും രോഗിയായിട്ട് വന്നിട്ടുണ്ടോ? ഓടി ഫ്രണ്ടി പോവാ, ഒരു നിമിഷം പ്രാർത്ഥന നടത്താൻ. തീരക്കാർ ആരും ഉണ്ട്? ഓടി ഫ്രണ്ടി പോവാ, ഒരു നിമിഷം. ആരും ഉണ്ടോ? Versamanti Shabo Asmi Hi Lorenebe Shakataranibi നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയം യേശു കൈമാറുകയാ. കൈമാറുക. ഒരു തീക്കനൽ, ഒരു തീക്കനൽ. അവൻ കൊടിൽ കൊണ്ട് തീക്കനൽ എടുത്ത് എന്റെ അടുക്കൽ പറന്നു വന്നു. അങ്ങനെ വചനം, അങ്ങനെ വചനം. The power of Jesus. സരിത മുരുകട്ടെ. ചില സമയങ്ങളിൽ നടക്കുമ്പോൾ എന്നെ അറിയാതെ എന്റെ കാലുകൾ വഴുതി പോകുന്നു. പറഞ്ഞ കേട്ടില്ലേ? നിന്നെ വിളിച്ചവൻ ഉണ്ണയുള്ളോ, കണ്ണീർമണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താനീനടത്തിടും മുൻകരത്താൽ കടലേറും നീ. ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ട്? വേദനയായിരുന്നു. വേദന ഉണ്ടോ ഇല്ലയോ? കറക്റ്റാ പറയണം. കുറഞ്ഞു ഇല്ലയോ? ഉണ്ടോ? അല്ലേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലെന്നോ ഉണ്ടെന്നോ? ഇല്ല. എന്താ അമ്മച്ചി? നടക്കാൻ വയ്യ. മേരിക്കുട്ടി അമ്മച്ചി എന്നോട് യേശു പറയാ, നിന്റെ കാലുകൾക്ക് ഞാൻ പേടമാൻ കാലുകളെ പോലെ ബലം തരിക. വാങ്ങിനേ ഡാഡിക്ക് നാളെ അല്ല, ഇപ്പോഴാ. റൈറ്റ് ടൈം. വാങ്ങിക്കോ, വാങ്ങിക്കോ. ഈ ശക്തി, 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 ശക്തി. ഇറങ്ങട്ടെ, 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 ഇറങ്ങട്ടെ. ഇവരെ 4 പേരെ ഓ ഷാക്കബബ ഷാലറബ റബാനബ ഷിദാറബ ഫയർ പവർ. യെസ്, യെസ്, യെസ്. മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? അമ്മച്ചി ഇപ്പൊ നോക്ക്. വേദന കുറവുണ്ട്. പരിപൂർണമായിട്ട് മാറിയേ ഇല്ലയോ? വേദന ഇല്ല. ഇപ്പൊ വരുമ്പോ വേദന ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ആ ഫിലിപ്പങ്ങൾ പ്രൈസോട് പറയാം. അവിടെ പോയി, ഇവിടെ നടന്നു പോയി പറയാനാ പറഞ്ഞത്. വേദന ഉണ്ട്, ഇങ്ങോട്ട് വരണില്ല, അവിടെ ഇരുന്നാണ്ട്. ആ താങ്ക് യു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇരുന്നാ പൊന്നച്ചങ്ങളെ, നിന്റെ ഹാർട്ടിൽ നിന്ന് യേശുവിന്റെ രക്തം ഇറങ്ങി ആ ബ്ലോക്ക് രക്തം ഉറുമ്പ് എങ്ങനെ മധുരത്തെ കൊത്തിപ്പറച്ച് തിന്നെടുക്കുമോ, ഇതുപോലെ യേശുവിന്റെ രക്തം നിന്റെ ബ്ലോക്ക് അവിടെ നിന്ന് പറിച്ചെടുത്തു കഴിഞ്ഞു. ഇനി എന്റെ രക്തമാണ് നിനക്കുള്ളത്. നീ ഇന്നലെ പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ ഹാർട്ടിനകത്തോണ്ട് എന്റെ രക്തം ഇറങ്ങി വന്ന് നിനക്കറിയാമായിരിക്കും. നിന്റെ കണ്ണിലേക്ക് ഒരു വെട്ടൽ വന്നിച്ച് പോയി. അത് ഞാൻ തന്നെ ദൈവത്തിന്റെ എന്തുവായിരുന്നു. The glory to God, Jesus, the presence or mighty name of Jesus fire.
മിദ്യാന്യരെ നീ ഒറ്റ മനസ്സിനെ പോലെ തോൽപ്പിച്ചു. ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. ഈ ബലത്തോടെ കൂടുക. എൻ്റെ അപ്പ, നന്ദി 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 നന്ദി. ചില സമയത്തിൽ ഒരു തളർച്ച പോലെ, കണ്ണ് ഇരുട്ട് പോലെ, ഒരു ഗുണമില്ലാത്ത പോലെ ഇരുന്നിരുന്നു. ഇപ്പൊ അത് മാറിക്കഴിഞ്ഞു. ശരിയാ? ഫ്രീ ആയി. ഇനിയില്ല. ഇനി നമ്മൾ കർത്താവിന് വേല ചെയ്യുന്നവരാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കി ഉണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടോ? ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. ഇനി അതില്ല. അത് പോയി. അപ്പ കൊണ്ടുപോയി. താങ്ക് യു. മക്കളെ, ബലപ്പെടുക. യഹോവയിൽ കഴിയാത്ത നല്ല കാര്യം. ദൈവാത്മശക്തികളായി അവൻ ഓടുകയും ഓടുകയും അവരെ കൂടെ ആദ്യത്തിൽ പോകുന്ന കണ്ടോ ജനം വരണ്ടേ. ഇതുപോലെ നിങ്ങളും ചില വിഷയത്തിൽ കെട്ടിയിട്ടപ്പെട്ടവരാണെങ്കിൽ കർത്താവ് കെട്ടഴിച്ചിരിക്കുന്നു. ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ സമയം ഏറ്റവും നല്ലതും ദർശനം കൊടുക്കുക. അപ്പൊ Amen.
എൻ്റെ കുഞ്ഞുങ്ങളെ വഴികൾ തുറക്കുക, വാതിൽ തുറക്കുക. അവരെ വിദേശ യാത്രയിൽ ജോലി ഞങ്ങളെ വിടുവിച്ച ഞങ്ങളുടെ സഭയിൽ ഓരോ കുടുംബങ്ങളെ കാത്ത് ഇന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങൾ, വരാൻ പറ്റാത്തവർക്ക് എല്ലാവർക്കും നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. വാക്യത്തെ വിശ്വസനം വാക്കുമാറാത്ത ആഴ്ചപ്പെട്ടതിന്റെ 1-ാം ദിവസം കർത്താവേ, 2-ാം മാസത്തിന്റെ 9-ാം ദിവസം കർത്താവേ, മധ്യാഹ്ന സമയങ്ങളെ ഫലമുള്ള ഞങ്ങളെ കൂട്ടിവരുത്തിക്കാൻ ശോഭനം. സ്വർഗ്ഗങ്ങളുടെ സിംഹാസനം ഭൂമി ഞങ്ങളുടെ പാദപ്പെടുമാന്നു അങ്ങയുടെ പാദപ്പെടുന്ന കർത്താവേ, അല്പസമയം സ്തുതിപ്പാനും പാടുവാനും വാഴ്ത്തുവാനും കർത്താവേ, നല്ലൊരു സങ്കീർത്തനം തന്ന, നല്ല വചനം തന്ന കൃപയ്ക്കായി കർത്താവേ, സങ്കീർത്തനായി കർത്താവേ ഭാഷയെ കരങ്ങളിൽ ഹല്ലേലൂയ. സകല ഭൂവാസികളുമായ യഹോവയെ ആർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിക്കുകയും സംഗീതത്തോടെ അവൻ സന്നിധിയിൽ വരുവീന്നവരോട് വചനം ഞങ്ങൾ കേട്ടില്ല കർത്താവേ. ആ വചനം കർത്താവെ നല്ല നിലത്ത് വീണവിത്തായി തീരുവാൻ സഹായിക്കണം. ഏൽപ്പിക്കുന്ന കർത്താവെ, കേട്ട വചനം കർത്താവെ ബലപ്പെടുന്നതിനായി സ്തോത്രം, ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. സന്തോഷിപ്പീൻ ഞാൻ പറയാം. നിങ്ങളുടെ സൗമ്യസ്ഥല മനുഷ്യരുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കും. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുക, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാണ് നിങ്ങളുടെ ആവശ്യം. സ്തോത്രത്തോടെ യഹോവയുടെ ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിടെയും ക്രിസ്തു കർത്താവേ, ഞങ്ങളെ കാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, കരുന്ന കൃപയ്ക്കായി. അത്യവൃക്ഷം തളിർക്കില്ല, മുന്തിരി വെള്ളില്ല, അനുഭവം ഉണ്ടായാലോ ഒരു വിരുഷത്തിന്റെ വനവും നിലങ്ങൾ ആഹാരം വിളയെങ്കിൽ ആട്ടിൻകൂടുന്നൊടുത്ത് നശിച്ചു പോകുമ്പോ ശാലയിൽ കന്നുകാലിലും ഉണ്ടാകും. എങ്കിൽ ഞങ്ങൾ സന്തോഷിക്കുക ഹോമിയാണ്. ഞങ്ങളുടെ ബലമാകുന്നു. ഞങ്ങളുടെ കാലുകളെ പേടമാൻ കാലുപോലെ ആക്കുന്നതാണ് കർത്താവേ. ഓരോരുത്തരെയും കരങ്ങളിൽ അവരെ അസ്ഥികളെ ബലപ്പെടുത്തണേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പേടമാൻ കാലുപോലെ ആക്കുന്ന ഞങ്ങളുടെ കർത്താവ് അവിടെ കർഷകരെയും കർത്താവെ ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി പറയുന്നുണ്ട്. പൈശാചികത്താൽ വരുന്നുണ്ട് പാടില്ലാതെ കുഞ്ഞുങ്ങളില്ലാവരെന്നുള്ള അവരുടെ ആവശ്യങ്ങളെല്ലാം കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സഹായിക്കുന്നു കർത്താവെ. ആണ്ടുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണ, ആണ്ടുകൾ കഴിയുമ്പോൾ അതിനെ വെളിപ്പെടുത്തി തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ അടുത്തിരിക്കുന്നു. കർത്താവെ അവർക്ക് പഠിക്കുവാൻ ബുദ്ധിശക്തിയും കൊടുക്കണം. ഈ ലോക ചിന്തയിൽ അകപ്പെടാതെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോക്കിലും വലിയ എല്ലാം കർത്താവെ അവരുടെ കരം കൂടെ ഉണ്ടായിരിക്കുന്ന കൃപയ്ക്കായി കർത്താവെ. സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അവരെ യാത്രയിൽ കൂടെ ഇരിക്കണമെന്ന്, ജോലിയിൽ കൂടെ വിദേശത്ത് വന്ന് കുഞ്ഞുങ്ങളെ കരങ്ങളേൽപ്പിക്കുന്നു കർത്താവെ. ക്ഷേമമായി കർത്താവെ അവരെ അവർ തിരിച്ചെത്തിച്ചു കർത്താവെ ജോലിയിൽ പോകുവാൻ സഹായിക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം കരങ്ങളേൽപ്പിക്കുന്നു, അവരുടെ വിഷയങ്ങളെ കരങ്ങളേൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ വീണ്ടും കരങ്ങളേൽപ്പിക്കുന്നു. ഞാൻ എല്ലാ സഭകളെയും കരങ്ങളേൽപ്പിക്കുന്നു. പ്രാർത്ഥന കുടുംബത്തെയും വീണ്ടും കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പേടമാൻ കാലുകൾക്ക് തുല്യമായി കാല് കൊടുക്കുന്ന കൃപയ്ക്കായി ഞങ്ങളിപ്പോൾ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി താഴ്മ അപേക്ഷിക്കുന്നു. അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം, അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം, മാനിച്ചതിനായി സ്തോത്രം ചെയ്യാം. കർത്താവെ, കുഞ്ഞുങ്ങൾ പാട്ട് പാടുവാൻ ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യാം. എല്ലാവരെയും തൊട്ട് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ദേവദാസന്മാരോടും എല്ലാവരുടെയും എല്ലാ വിഷയങ്ങളും പ്രയാസത്തിന് ഞങ്ങൾ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജീവനുള്ള കർത്താവിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. യേശുവേ, വേഗമരുന്ന് കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജോയൽ ആൻഡ് ഫാമിലി അങ്കിളെല്ലാം നന്ദി അറിയിക്കുന്നു, മോഹൻ നന്ദി അറിയിക്കുന്നു, സാഗർ ഫാമിലി നന്ദി അറിയിക്കുന്നു, എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ
9645102121 9387948179. Email firegardenpta@gmail.com.